നിങ്ങൾ പല സംഘടനകളെ പറ്റി കേട്ട് കാണും. യുണൈറ്റഡ് നേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല സംഘടനകൾ, ഇവരൊക്കെ വലിയ സംഭവങ്ങളാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ഇൻഡിപെൻഡൻറ്റ് സംഘടനകൾ നിങ്ങൾ പേര് കേട്ട് കാണും. ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. ഈ സംഘടനകളെ പറ്റിയൊക്കെ ആദ്യകാലത്ത് തുടങ്ങിയ സമയത്ത് ഇവർക്കൊരു ഫോക്കസ്ഡ് ആയിരുന്നു. അതായത് ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെയുള്ള സംഭവം, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഇതൊക്കെയായിരുന്നു ഇവരുടെ കോർ ഏരിയ എന്ന് പറയുന്നത്. ഇവർ ഈ പറയുന്ന വേണ്ടുവോളം ഫണ്ടുകളൊക്കെ സ്വീകരിക്കുക. അത് ഇൻഡിവിജ്വൽ ഫണ്ടിങ് ആണ്. ചില കോർപ്പറേറ്റ്സ് ഫണ്ട് ചെയ്യുമായിരുന്നു, ചില ഓർഗനൈസേഷൻ ഫണ്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് നിങ്ങൾ നോക്കുക, ഈ അടുത്ത കാലത്തായിട്ട് ഒരു 8-10-15 വർഷമായിട്ട് ഈ സംഘടനകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്നത് ഈ ഇപ്പോൾ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ഓർഗനൈസേഷനുണ്ട്. അതേപോലെ തന്നെ ടർക്കിയുമായിട്ട് ബന്ധപ്പെട്ട പല ഓർഗനൈസേഷനുണ്ട്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷനുണ്ട്. ഈ സംഘടനകളുടെയൊക്കെ തലപ്പത്തും ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരധികവും ഈ രാജ്യങ്ങളുമായിട്ടും വലിയ അൺഹോളി റിലേഷൻഷിപ്പാണ്. കാരണം ഈ രാജ്യങ്ങൾ ഇവർക്ക് ഇഷ്ടം പോലെ ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവർ ചെയ്യുന്ന ഇവരുടെ ആവശ്യമാണ് ഇവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈ സംഘടനകൾ കൂടെ പറയുവാൻ ശ്രമിക്കുന്നത്. ഞാനൊരു തെളിവ് പറയാം. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇത് UK ഉണ്ടായത് 1960. പിന്നീട് ആദ്യകാലത്തേക്ക് ഇതിൻ്റെ പ്രവർത്തനം നല്ലതെന്ന് വായിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുമ്പോൾ എനിക്കറിയാവുന്ന പല ആൾക്കാരും ഇന്ന് ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് വോളണ്ടിയറായിട്ടും അഡ്വൈസേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ലെഫ്റ്റ് ലിബറൽ ആളുകളാണ്. ഇവരൊക്കെ പഴയകാല ജേർണലിസ്റ്റുകൾ കൂടിയാണ്. ലെഫ്റ്റ് ലിബറൽ ജേർണലിസ്റ്റ് വേണമെങ്കിൽ പറയാം. ഇവരുടെയൊക്കെ ഒരു അജണ്ട എന്ന് പറയുന്നത് ഇവർക്ക് ഈ ആരാണ് പണം കൊടുക്കുന്നത് അവർക്ക് വേണ്ടി കൂടുതൽ അനുകൂലമായിട്ട് ക്യാമ്പയിൻ ചെയ്യുക, അതിനുവേണ്ടി PR റിലേഷൻഷിപ്പ് ചെയ്യുക. ഇതാണ് ഇവരുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടു കാണും, ഈ പല സ്റ്റേറ്റുകളിലൊക്കെ ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഈ യുണൈറ്റഡ് നേഷൻ്റെ അതേപോലെ തന്നെ ഈ ആംനസ്റ്റിയുടെ ഒക്കെ ഫണ്ട് പിരിക്കാൻ വേണ്ടി ഡോണറായിട്ട് ആൾക്കാരെ ഇങ്ങനെ പുറകിൽ നടന്നത്. ഇതെല്ലാം MBAക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് യുണൈറ്റഡ് നേഷൻ്റെ പേര് കേൾക്കുക, MBA ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാം, എന്നാവാ ഇവിടെ ചെയ്ത് കളയെന്ന് പറയാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഓരോ പ്രോജക്റ്റ് വർക്കുകളാണിത്. അപ്പോൾ പല ആൾക്കാരും പെട്ടുപോയിട്ടുണ്ട് ഈ സംഭവത്തിൽ. ഞാനൊരു കാര്യം പറയാം, ഈ സംഘടനകളൊക്കെ ബേസിക്കലി ആൻറ്റി ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ. കാരണം ഇന്ത്യയിലുള്ള ലെഫ്റ്റ് ലിബറൽസും ഈ പറയുന്ന മത തീവ്രവാദികളുമായിട്ടൊരു ജെല്ല് ചെയ്തു പോകുന്നൊരു സംഭവമാണ്. ഇവർ ഈ കാശ്മീർ ഇഷ്യൂ ആണെങ്കിലും മറ്റുള്ള ഇഷ്യൂ ആണെങ്കിലും ഇത്രമാത്രം ഇന്ത്യയെ താറടിക്കുന്ന രീതിയിൽ ഇവരെവിടൊക്കെ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തു. കാരണം ഇവർക്ക് ഫണ്ട് ചെയ്യുന്ന, അല്ലാതെ ഇലിസിറ്റായിട്ട് ഇല്ലീഗലായിട്ട് ഫണ്ട് ചെയ്യുന്ന ഖത്തറുണ്ട് ഒരു ഭാഗത്ത് ഇറാനുണ്ട്, ഒരു ഭാഗത്ത് ടർക്കിയുണ്ട്. ഇവരുടെ മുഖ്യ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. അതായത് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് ഫണ്ട് എടുക്കുന്നതൊക്കെ ചുമ്മാ ഒരു പേരിന് കാണിക്കുന്നതാണ്. പക്ഷേ ഇതിന് ഫണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇവർ പറയുന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ 100 രൂപ ഒരാൾ ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 35 മുതൽ 40%, അതായത് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 40% അഡ്മിനിസ്ട്രേറ്റീവ് ചിലവാണ്. പിന്നെ മറ്റുള്ള ചിലവ് അഡീഷണൽ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ 100 രൂപ കൊടുക്കുകയാണെങ്കിൽ 5 രൂപ മാത്രമേ ഈ പറയുന്ന ആരാണ് ബെനിഫിറ്റ് കിട്ടേണ്ട അവർക്ക് ചെല്ലുന്നുള്ളൂ. ഇവിടെ കണക്കുകളൊക്കെ വലിയ രസമാണ് സംഭവം. അതായത് മുഴുവനും അടിച്ചു മാറ്റലും കറപ്ഷനും ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മത തീവ്രവാദ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണിത്. അതുകൊണ്ട് പറയുന്നത് ഇതിനകത്ത് പല ആൾക്കാർ UN ഒക്കെ പേര് കേട്ടും ആംനസ്റ്റിയുടെ ഒക്കെ പേര് കേട്ടും ഇതിനെ ഫണ്ട് ചെയ്യുന്നവരുണ്ട്. 5 പൈസ ഇവർക്ക് കൊടുക്കരുത്. ഇത് പൂർണ്ണമായിട്ടും ആൻറ്റി ഹ്യൂമനാണ്. കാരണം ഇവർ ഹ്യൂമൻ റൈറ്റ്സിനെ പറ്റി പറയുന്നത് ഇവർ ഹ്യൂമനെതിരാണ് ബേസിക്കലി ഇവരുടെ വർക്ക് എന്ന് പറയുന്നത്. ടെററിസത്തെ അനുകൂലിക്കുന്നവരാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ബംഗ്ലാദേശ് ഇത്ര വലിയ സംഭവം ഉണ്ടായി, അവിടെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് അറ്റാക്ക് ഉണ്ടായി. ഇവർ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് കാര്യമൊന്ന് നിർത്തി. ഇവരവിടെ പോയി പഠിക്കാനോ സംഭവം ചെയ്ത്, കാരണം ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന പലരും എനിക്ക് പേഴ്സണൽ അറിയാം, പല ജേർണലിസ്റ്റുകൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെ എനിക്ക് ശരിക്കും അറിയുകയും ചെയ്യുന്ന ഏത് കക്ഷികളാണ്. കാരണം ഡൽഹിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, കാരണം അതിനകത്ത് ആ രീതിയിൽ വർക്ക് ചെയ്തേ മതിയാവത്തുള്ളൂ, കുറേ പ്രൊമോഷനൊന്നും കിട്ടത്തില്ല. കാരണം ഇവർ വലിയ ബുദ്ധിജീവികളും മുടിയൊക്കെ വളർത്തി ധാരണ നടക്കുന്ന കക്ഷികളാണ്.
പിന്നീട് ചെയ്യുന്ന പരിപാടി ഇതിനകത്ത് ജോയിൻ ചെയ്യുക. കാരണം വലിയ ജോലിയൊന്നുമില്ല. ഈ പറയുന്ന രാജ്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ തീവ്രവാദത്തിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ PR വർക്ക് നടത്തുക, നല്ല പണം കിട്ടുന്നു. എനിക്ക് പലരെ അറിയാം, അത് പേഴ്സണൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ യുണൈറ്റഡ് നേഷൻ്റെ അതേപോലെ ഫണ്ട് പിരിക്കുന്ന ആൾക്കാരുണ്ട്, ഇൻഡിവിജ്വൽ ഫണ്ടിങ്, ആംനസ്റ്റിയുടെ ഉണ്ട്, അങ്ങനെ പല പല സംഘടനകളുണ്ട്. ഈ പേരുകളൊക്കെ കേട്ട ആൾക്കാർ കൊണ്ടുപോയി അതിൻ്റെ അകത്ത് പണം കൊടുക്കും. അതായത് എല്ലാ മാസം അവരുടെ ഫണ്ടിൽ നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പണം പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ക കപട ഫ്രോഡ് സംഭവമാണ് ഇത് മുഴുവൻ. ഇവരുടെയൊക്കെ ഈ ഒരു അജണ്ട എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ആദ്യം ഇവരുടെ അജണ്ട ഇന്ത്യയെ താറടിച്ച് കാണിക്കുക എങ്ങനെയെങ്കിലും. അതിനുവേണ്ടി ഇല്ലാത്ത ഡാറ്റ, ഫാബ്രിക്കേറ്റഡ് ഡാറ്റ എല്ലാം ഉണ്ടാക്കി അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഇവിടെ ന്യൂനപക്ഷത്തെ ചതിക്കുന്നു, അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ജനസൈഡ്, വംശീയത എന്നൊക്കെ പറഞ്ഞ് കഥകളുണ്ടാക്കും. കാരണം ഇവരെല്ലാം ജേർണലിസ്റ്റുകളാണ് പഴയത്. ഇവർക്ക് പത്രക്കാരുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ വാർത്ത കൊണ്ട് അവർ പത്രങ്ങളിൽ ഇടുന്നു, അത് അന്തർദേശീയ മാധ്യമങ്ങളിൽ കൊടുക്കുന്നു. ഇതാണ് ഇവരുടെ പരിപാടി സ്ഥിരം. അതേപോലെ തന്നെ ഒരു പ്രത്യേക തീവ്ര മതവിഭാഗത്തിന് വേണ്ടി ഇവർ സ്പെഷ്യലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എനിക്ക് പലരെ അറിയാം, പല ഇൻഡിവിജ്വൽസിനെ എനിക്കറിയാം. ഇവരൊക്കെ സ്ഥിരമായിട്ട് എവിടെ പോകുന്ന രാജ്യങ്ങളെന്നും അറിയാം. അപ്പം ഇവരുടെ ജീവിതമൊക്കെ ആഷ്പോഷ ജീവിതമാണ്. ഈ പറയുന്ന ബുദ്ധിജീവിതം പറയുന്നുള്ളൂ. ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇവൻ്റെ ഒന്നും അടുത്തൂടെ പോയിട്ടില്ല. അതും എനിക്കറിയാം. പക്ഷേ ഇഷ്ടം പോലെ പണം കിട്ടുന്നുണ്ട്, ലാവിഷായിട്ട് ജീവിക്കാം, പണിയൊന്നും എടുക്കേണ്ട, ഇവന്മാർ പറയുന്നത് കേട്ടാൽ മതി, സംഭവങ്ങളൊക്കെ പോകുന്നു. കാരണം ആൾക്കാരിങ്ങനെ വലിയ നെയിം പ്ലേറ്റും പരിപാടിയൊക്കെ, യുണൈറ്റഡ് നേഷൻ, ആംനസ്റ്റി ഇന്റർനാഷണൽ, ചള്ള് ചവറ്, ഇതൊക്കെ കേട്ട് ഈ സാധാരണക്കാരനൊന്നും അറിയാത്തവൻ ഫണ്ട് കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ഈ ട്രംപ് WHO ഫണ്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിയുമ്പം അപ്പോഴാണ് ഓരോ കാര്യങ്ങൾ പുറത്ത് വരുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടൊക്കെയാണ് ഈ ഫണ്ട് പോകുന്നത്. അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കും, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഫണ്ട് പിരിക്കാനൊക്കെ റോഡിൽ വലിയ ടൈയും കെട്ടിയൊക്കെ വലിയ ഫയലുമായിട്ട് നിൽക്കും. മൈൻഡ് പോലും ചെയ്യരുത്. അവർക്കൊന്നും അറിയില്ല. അവരവരുടെ ഈ ട്രെയിനിങ്ങിൻ്റെ ഒക്കെ പാർട്ടായിട്ട് ഈ മാർക്കറ്റിംഗിനും മാനേജ്മെൻറ്റ് ബിസിനസ് സ്കൂളിലെ പിള്ളേരെ ഇതൊക്കെ ചെയ്യുന്നത്. അവർക്കിതൊന്നും അറിയത്തില്ല. കാരണം അവർ ട്രാപ്പിലാക്കിയേക്കാണ്. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അറിയത്തില്ല ഈ സംഭവം, ഈ ഫണ്ട് എവിടെ പോകുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ഈ തീവ്രവാദികളെ വളർത്തുന്ന രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് കൊടുക്കുന്നവരാണ് ഇത് കട്ട് ചെയ്യുക. ഇതിനെ ഒരു കാരണവശാലും ആരും പ്രോത്സാഹിപ്പിക്കരുത്. കാരണം ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതയാണ്. ഇവരുടെ ഫണ്ട് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഇവർ ചെയ്യുന്നത്. ചില ക്രിക്കറ്റ് മാച്ച്, ചവറൊക്കെ ഉണ്ടാക്കും, കുറച്ച് സിനിമാ സെലിബ്രിറ്റികളെ കൊണ്ടുവരും. കാരണം അതിനകത്തൊരു PR കൂടെ ഉണ്ട്. കാരണം എന്തു കോസിന് വേണ്ടി ചെയ്യുന്നു, ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് വേണ്ടി ചെയ്യുന്നു, ഇന്ത്യയിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നു, ഇന്ത്യയിലെ ആദിവാസികൾക്ക് വേണ്ടി ചെയ്യുന്നു, ജയിലിൽ കിടക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്നു. ജയിലിലാരാ കിടക്കുന്നത്? കുറ്റം കാണിച്ച് കിടക്കുന്നവരെ ജയിലിൽ കിടക്കുന്ന അവനെന്തിനു വേണ്ടി ചെയ്യുന്നു? നമുക്കിവിടെ സിസ്റ്റമൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ലോക കാര്യങ്ങൾ പറയുന്നു. ഇത്ര ആൾക്കാർ ഇന്നടത്ത് ജയിലിൽ കിടക്കുന്നു, അതല്ല പാലസ്തീൻ ഇസ്രായേലി ജയിലിൽ കിടക്കുന്നു, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു കാരണവശാലും ഇമാരെ വിശ്വസിക്കരുത്. എനിക്ക് നേരിട്ടറിയാൻ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇങ്ങനെയുള്ള സംഘടനകൾക്ക് 5 പൈസ കൊടുക്കരുത്. ഇവന്മാരെ പുച്ഛത്തോടെ കാണാവും. പക്ക റാക്കറ്റിൻ്റെയും ഫ്രോഡ് പരിപാടിയും മാത്രമായിട്ട് നടക്കുന്ന കക്ഷികളാണ്. പല മത തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്.